ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, സെറ്റ് സാരികളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാം പല റേഞ്ചിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വേരിയേഷൻ കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു ഗോൾഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇത് ഓരോരോ ക്വാളിറ്റിയിലാണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് കളറിൻ്റെ വേരിയേഷൻ പോലെയാണ്. ഇതത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ച് ഒരു നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ ഒരു 1000 എബോവ് നിൽക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഞാൻ ആ സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ചെയ്ത പോലെ തന്നെയാണ്. അപ്പം നമുക്ക് ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കണം. നമുക്ക് ഓരോന്ന് നടന്നായിട്ട് കാണാം. ആദ്യം തന്നെ ഈ 2 സെറ്റ് സാരി. ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ഓണത്തിന് കുറച്ച് കളേഴ്സ് കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരു കളറ് ഒരുപാട് പേര് ചോദിച്ചിട്ട് അത് സ്റ്റോക്ക് ഔട്ടായിപ്പോയി, അധികം കിട്ടിയില്ല. അത് ഞാൻ ഈ വിഷുവിന് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കളർ, ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, അത് കണ്ടിട്ടുള്ളവർക്കറിയാം, അത് കിട്ടാതെ പോയി. അതിപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് സൈറ്റിൽ ആദ്യം തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പം തന്നെ വാങ്ങിക്കുക. കാരണം ആ കളർ ഇനി വരൂ, അപ്പം നോക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പം കണ്ടത് ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ല, വേറെ കളറായിരിക്കും. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിച്ച സാധനം ഇനി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടാതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സാരി ഈ ഒരു ചെക്കാണ്. ഇത് കുറച്ച് ഗ്യാപ്പുള്ള ചെക്ക, ഇത്തിരി വലിയ ചെക്കാണ്. ഇത് കണ്ടോ, ചെക്കാണ്. ഇത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ. ഇത് ഗ്രീൻ ആൻഡ് റെഡ് ആണ്. ഇത് ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ്. ഈ അറ്റത്ത് ഇതുപോലത്തെ കളറും കൂടെ വരും. അപ്പോൾ ബോഡി ഇങ്ങനെയും വരും. ഇത് ബ്ലൗസ് കട്ട് ചെയ്യാനുണ്ട് ഇതിൽ. പക്ഷെ കട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്സിൽ ഈ ബോർഡർ മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി ഇതിലേതെങ്കിലും ഒരു ഷെയ്ഡ് ബ്ലൗസ് ആക്കിയാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചെക്ക് ബ്ലൗസ് കിട്ടും, ചെക്ക് പാറ്റേണിൽ ബ്ലൗസ് പീസ് കിട്ടും. അപ്പോൾ അതിൽ ഇതുപോലെ റെഡ് ആൻഡ് ഗ്രീൻ ചെക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൊടുക്കാൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ്, അത് തന്നെ സെയിം തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് ചോദിച്ചിട്ട് അവസാനം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അത് മെറൂൺ ആൻഡ് റെഡിലേക്ക് പോയി. കാരണം റെഡ് അപ്പോഴത്തേക്കും തീർന്നായിരുന്നു. അപ്പം ഇപ്പം ഇതിൻ്റെ റെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പറയാം. സെയിം തന്നെ, രണ്ടും സെയിം സാരിയാണ്. ഇതിൻ്റെ അത് റെഡ് ആൻഡ് ഗ്രീനും ഇത് ബ്ലാക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഇനി അടുത്ത 2 സാരി. ഇതെല്ലാം ഒരേ സെയിം കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ കാണിക്കണത്. ഇത് കുറച്ചുകൂടി ചെറിയ ചെക്കാണ്, മൈക്രോ കുഞ്ഞി ചെക്കാണ്. ഇത് പെട്ടെന്ന് കണ്ടാൽ ടിഷ്യൂ ആണെന്ന് തോന്നും, പക്ഷെ ഇത് ടിഷ്യൂ അല്ല, ഇത് കോട്ടൺ ആണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും ചെക്ക് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ഇത് ടിഷ്യൂ ആയിട്ട് തോന്നുന്ന. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഷൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അടുത്ത് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതൊരു വൈൻ കളറാണ് കേട്ടോ. ഇതൊരു ഗ്രേപ്പ് കളറാണ്, ഒരു ഗ്രേപ്പ് കളറാണ്, മുന്തിരി വൈൻ അങ്ങനത്തെ ഒരു കളറാണ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, വൈൻ ഷെയ്ഡാണ്. ഇതാണ് ഈ ഒരു സാരി. ഇതിൻ്റെയൊക്കെ ഈ ഒരു കസവ് കാണുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി. ഇത് കണ്ട ഹാൻഡ്ലൂം കസവ് പോലെ തന്നെ ഇരിക്കും. ഇതാരും പറയില്ല ഇത് ഹാൻഡ്ലൂം അല്ലാന്ന്. കാരണം അത്രയും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ബോർഡറിൽ വരുമ്പോഴും നല്ല ഹാൻഡ്ലൂമാണ്. ഇതിൻ്റെ ഇങ്ങനത്തെ കര അറ്റത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടാറില്ല, അങ്ങനെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ മാത്രമേ കര വരത്തുള്ളൂ. ഇപ്പുറത്തെ അറ്റത്ത് വരുമ്പോഴത്തേക്ക് കസവ് മാത്രം വരുന്ന പോലെയായിരുന്നു. ഇപ്പം പക്ഷെ വരുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഒരു വൈൻ ഷെയ്ഡ്. ഇനി ഈ സെയിം കാറ്റഗറിയിൽ റെഡാണ്. റെഡ് ഓൾവേസ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ്, സ്റ്റാൻഡേർഡ് കളർ അല്ലേ, റെഡാണിത്. ബോഡി ഇങ്ങനെ, ബോഡി ഇത് പല്ലുവിൽ വരും. ബാക്കി പ്ലെയിൻ ബോഡി ഇതുപോലെ തന്നെയാണ്, സെയിം ഇങ്ങനെ തന്നെയാണ് ബോഡി.
വരുന്നത്. ഇത് സാരിയാണ് കേട്ടോ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം സാരീസ് ആണ്. അങ്ങനെ അത് 2 ഷെയ്ഡാണ്. ഇപ്പം ഇത് റെഡ്. നെക്സ്റ്റ് സാരി ഇത്തിരി കൂടി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഒരു സ്ട്രൈപ്ഡ് ആണ്. ഇത് ഇത്ര നേരം നമ്മൾ കണ്ട ചെക്കാണ്, ഇതാണെങ്കിൽ സ്ട്രൈപ്ഡ് ആണ്. ഇത് ബ്ലാക്ക് ആണ്. ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ ആദ്യം കോഫി ബ്രൗൺ ആണെന്ന് വിചാരിച്ചേ. ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ട്രൈപ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. കണ്ടോ? ഇത് ഈ കൂട്ടത്തിൽ ഇത്തിരി കൂടി കസവ് കൂടുതലുണ്ട്. ഇതിൻ്റെ ബോർഡർ ഇച്ചിരി വീതിയുണ്ട്. കാരണം നമ്മുടെ ഈ കൈയുടെ വീതിയുണ്ട് ഈ ഒരു കസവിന്. ഇത് സ്ട്രൈപ്സ് ആണ്. ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ സെയിം ബ്ലൂ ആണ്. ഇത് റോയൽ ബ്ലൂ ആണ്. പിന്നെ ഈ ബ്ലൗസിൻ്റെ ഷെയ്ഡാണ്. ഈ ബ്ലൗസിൻ്റെ സെയിം കളറാണ്, റോയൽ ബ്ലൂ. സെയിം തന്നെയാണ്, സ്ട്രൈപ്സ് ആണ്. ഇത് ഇപ്പുറത്തെ കര ഇവിടെ വരുന്നത്, ബോഡിയിൽ വരുന്നത്. ഓക്കെ, അതാകട്ടെ. ഇനി കളറൊന്നും വേണ്ട, കസവ് മാത്രം മതിയെങ്കിൽ ഇത് കസവ് മാത്രമുള്ളതാണ്. ഇത് കുഞ്ഞു കരയാണ്, വലിയ വീതിയൊന്നുമില്ല, അത്ര വീതിയില്ല. പക്ഷേ ഈ ബോർഡർ ഇത് മുന്താണിയിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും പറയുമോ ഭയങ്കര ബോർഡറാ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ബോഡിയിൽ വരുള്ളൂ. ഈ ഭാഗമേ നിങ്ങളുടെ ബോഡിയിൽ വരുള്ളൂ. ഇത് മുന്താണിയുടെ അറ്റത്തെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് പോകുമ്പോൾ അത് അധികം കാണില്ല. ഇനിയിപ്പോൾ ഒത്തിരി ആയി പോയി എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കസവ് മാത്രം. ഇത് സ്ട്രൈപ്സ് ആണ്. അതുപോലെ ഇത് വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണ്. വണ്ണം തോന്നിക്കുമെന്ന് പേടിക്കണ്ട. ഇത് ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണ്. ഈ കൂട്ടത്തിലെ കുറച്ച് ഒരു ബഡ്ജറ്റ് ഇത്തിരി റേറ്റ് കുറവാണ് ഇതിന്. കാരണം കസവ് വീതി കുറവാണ്, കസവ് മാത്രമേ ഉള്ളൂ, കര വരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് വേരിയേഷൻ വരുന്നത് ഓരോ കസവിൻ്റെ കരയുടെ ഒക്കെ വ്യത്യാസം വരുന്നതനുസരിച്ചാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തേതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നതാണ്. അവിടെ ഇവിടെയും 2 ഷെയ്ഡായിട്ട്. ഇത് കഴിഞ്ഞ തവണ ഞാൻ എല്ലാം കാണിച്ച ഒരേ സൈഡിൽ തന്നെ 2 കര വരുന്നതായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ ഇത് 2 സൈഡിൽ 2 ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഇത് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതതിൻ്റെ ബോഡിയിൽ വരുന്ന കര, ഇതതിൻ്റെ മുന്താണിയിൽ വരുന്ന പല്ലുവിൽ വരുന്നതാണ്. ഇത് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ്. ഇതും സ്ട്രൈപ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വൈറ്റ് ഇതിൻ്റെ ഇടയിലും കൂടെ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് രസമായത്. കാരണം അല്ലെങ്കിൽ അത് കോമൺ ആയിപ്പോയെന്നെ, സാധാരണ പോലെ ആയിപ്പോയെന്നെ. പക്ഷെ ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. എല്ലാവരും ചോദിക്കുമ്പോൾ ആ കളറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടും. ഇതൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ്. ഇതൊന്നും അത്ര കോമൺ അല്ല, ഇതങ്ങനെ കോമൺ കോമ്പിനേഷൻ അല്ല. ഇത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതിന് ഈ പറഞ്ഞ പോലെ ബ്ലാക്കിൻ്റെ ബ്രൊക്കേഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഓറഞ്ച്, ഇപ്പം ബോർഡർ കസവ് ബോർഡറുള്ള ബ്ലൗസ് പീസ് ഇപ്പോൾ കിട്ടും, ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഇതുപോലെ ബ്ലൗസ് പീസായിട്ട് കിട്ടും, ബോർഡറുള്ള ബ്ലൗസ് പീസായിട്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതുപോലത്തെ ഒക്കെ സെറ്റ് സാരിക്കൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ്സ്. നല്ല മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തയ്ക്കാം കേട്ടോ. കാരണം ഇതിൽ 1 മീറ്റർ നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതാണ് അടുത്തത്. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണിത്. അതിൻ്റെ അത്രയും പ്രൈസ് വരുന്നില്ല. കാരണം ഇതിൽ ബോഡിയിലൊന്നുമില്ല, ബോഡി പ്ലെയിൻ ആണ്. ഇതിൽ സ്ട്രൈപ്പും ചെക്കും ഒന്നും വരുന്നില്ല. പിന്നെ കസവിൻ്റെ കുറച്ചൊരു വ്യത്യാസം, ചെറിയൊരു മൈൽഡ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നല്ല ഗോൾഡാണ്. ഇതൊരിക്കലും ഇതൊന്നും അല്ല, ലോക്കലൊന്നും അല്ല കേട്ടോ. ഇത് തീർത്തും കുറഞ്ഞൊന്നും അല്ല. എന്നാലും മറ്റേത് അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ഗോൾഡിന് വ്യത്യാസമുണ്ട്, കാണുമ്പോൾ അറിയാം. ഇതിന് ചെക്ക് ബോർഡറാണ്. ഇതിൻ്റെ ബോർഡർ ചെക്കാണ് വരണേ. നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ബോർഡർ ചെക്കാണ് വരിക. ഇത് പല്ലുവിലാണ് വരിക. അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം. ഇത് ഒരു വൈൻ ഷെയ്ഡാണ്, ഇത് വൈൻ കളർ. സെയിം അപ്പുറം ഇപ്പുറയും ഇങ്ങനെ വരിക. ഇത് ചെക്ക് പാറ്റേൺ ആണ് കേട്ടോ.
അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് പോസ് ഇടുന്നത്. ഇനി അടുത്തത് ഇതിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഒരു അല്പം കൂടി വീതി കൂടുതലാണ് ഇതിന്. ഇത് കണ്ടോ, ഇതിനൊക്കെ കുറച്ചുകൂടി വീതി കൂടുതലാണ് പല്ലുവില്. അപ്പം ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് വൺ സൈഡ് ചെക്ക് ബോർഡറാണ്. അതായത് ഇത് നിങ്ങളുടെ പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് വരും, ഇത് നിങ്ങളുടെ ബോഡിയുടെ അടുത്ത് വരും. അപ്പോൾ ഇതായിരിക്കും അപ്പർ പോർഷനിൽ ബോർഡർ ലെസ് ആണ്. അപ്പോൾ ഇതായ വരത്തുള്ളൂ ബോർഡർ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്നത് ഇതുപോലെ വരും. താഴത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ചെക്കും വരും. അപ്പോൾ ഇത് നല്ല ലുക്കാണ്. കാരണം ഇതങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെക്ക് ബോർഡർ രണ്ട് വശത്ത് വരുമ്പോഴല്ലേ ഒരുപാടുള്ളതായിട്ട് തോന്നാം. അപ്പം നിങ്ങളുടെ ബോഡിയുടെ ഇവിടെ വരുന്നിടത്ത് ഇതുപോലെ ചെറിയ കസവ വരിക, ഇപ്പുറത്ത് ഇതുപോലെ ചെക്ക് ബോർഡർ വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇപ്പം താഴെ ഭാഗം നിങ്ങൾ കാലിൻ്റെ അവിടെ പ്ലീറ്റ്സ് വരുന്നിടം മാത്രം ചെക്ക് വരും, മുകളിൽ സിമ്പിളായിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് വൺ പ്ലീറ്റഡ് ആയിട്ട് ഇടുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിന് നല്ല വർക്കൊക്കെ ചെയ്ത ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ലുക്ക് കിട്ടും. ഇതാണ് ഗ്രീനിൻ്റെ. അപ്പോൾ ഇത് ഈ കൂട്ടത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണോ ചോദിക്കണം. ഞാൻ ഈ ഗ്രീൻ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ, കളറ് കണ്ടോ, ഡാർക്ക് ഗ്രീൻ ആണ്. അടുത്തത് ബ്ലാക്ക് ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിന് ചെക്ക് ബോർഡർ വരും. ബ്ലാക്കിൻ്റെ ഈ ഇതിന് കുറച്ചുകൂടി തിക്നെസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇത് പല്ലുവിൽ പോകുന്ന പോർഷനാണ് കേട്ടോ. ഇത് ഇവിടെ കാണുമ്പോൾ അയ്യോ ഇത് കൂടുതലാണെന്ന് തോന്നരുത്. കാരണം ഇത് മുന്താണിയുടെ അറ്റത്ത് പോകുന്നതാണ്. നിങ്ങളുടെ ദേഹത്ത്, നിങ്ങളുടെ ബോഡിയിൽ കാണുന്നത് ഈ ഒരു ഭാഗമാണ്. അതപ്പോൾ എപ്പോഴും ഓർക്കണം. ഉടുത്താൽ ഇതേ കാണുള്ളൂ. ഇത് മുന്താണിയിൽ പോകുന്ന പോർഷനാണ്. അതുകൊണ്ട് ഈ ഒരു ഇത് കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് അടുത്ത കളർ, ബ്ലാക്ക് ആണെങ്കിലും റെഡ് ബ്ലൗസിന് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇടാം. ബ്ലാക്ക് പൈപ്പിംഗ് വെച്ചിട്ട് ഇടാം. ഇല്ലെങ്കിൽ റെഡ് ബ്ലൗസ് തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഈ ചെക്ക് കട്ട് ചെയ്തിട്ട് അത് സ്ലീവ്സിൽ വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബോഡി പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ കാണാമല്ലോ, ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഈ മുള്ളോത്ത് കര എല്ലാവർക്കും അറിയായിരിക്കും. മുള്ളോത്ത് സെറ്റ് മുണ്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. എനിക്കും പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ഈ മുള്ളോത്ത് കര. അപ്പോൾ മുള്ളോത്തിൻ്റെ അതേ മെറ്റീരിയലാണ് ഇതെല്ലാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം. കണ്ടോ, ഇനി അതിൻ്റെ തന്നെ ഇത് റാണി പിങ്ക് ആണ്. ചെക്ക് പാറ്റേൺ ആണ് ബോർഡർ വരുന്നത് ഇതിൻ്റെ ബോഡിയിൽ. ആ ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ വീതി കൂടിയതിന് മാത്രമാണ് വൺ സൈഡ് ബോർഡർ വരുന്നത്, വീതി കൂടുതലുള്ളത്. വീതി കുറഞ്ഞത് രണ്ട് സൈഡും ഈ ചെക്ക് ബോർഡർ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റാണി പിങ്ക്. ഇത് രണ്ടെണ്ണം. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ സെറ്റ് സാരികൾ. ഇത്രയും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇതൊക്കെ നല്ല പാറ്റേൺസ് ആണ്, ഇതൊക്കെ മിസ്സാക്കാതിരിക്കുക. അതുപോലെ ഈ ഡബിൾ കളേഴ്സൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല കളേഴ്സൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഇതൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ കളേഴ്സ് ചിലപ്പോൾ വരും. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 സെറ്റ് മുണ്ടുകൾ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കാരണം അത് കഴിഞ്ഞ വീഡിയോയിൽ ഇതെനിക്ക് ഇതിൻ്റെ ഒപ്പമാണ് വന്നത്. അതുകൊണ്ടാണ്. അതിൽ ഒരെണ്ണം ഈ സ്ട്രൈപ്ഡ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്ട്രൈപ്ഡ് പല ടൈപ്പ് കൊണ്ടുവന്നിരുന്നു. ഇത് കുറച്ചുകൂടി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കണ്ടത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ഒട്ടും സ്റ്റിഫല്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റും ഉണ്ട്. ഇത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇത് അത്ര എക്സ്പെൻസീവ് അല്ല, മറ്റേൻ്റെ അത്രയും എക്സ്പെൻസീവ് അല്ല. കുറച്ചും കൂടി ഒരു സോഫ്റ്ററാണ്. 280 തന്നെയാണ് ഈ സെറ്റും ഉണ്ട്. ഇതെല്ലാം 280 തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്നും ചെറുതില്ല, എല്ലാം 280 ആണ്. ഇത് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതിനിങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് കാണുമ്പോൾ നല്ല ഗോൾഡാണ് കണ്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ ഒരിത്തിരി ഡിഫറൻസ് ഉണ്ട്.
രണ്ടും ഇങ്ങനെ കാണുമ്പോഴും ഇത് നല്ല ഹാൻഡ്ലൂം തന്നെയാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി ഒരു ഒരു വ്യത്യാസം, ഇത് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചുകൂടി പ്രൈസിയറാണ്. ഇതും സ്ട്രൈപ്ഡ് ആണ്, പക്ഷെ ആ സ്ട്രൈപ്സിന് ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഇതിന് കുഞ്ചലമൊക്കെ ഉണ്ട് കേട്ടോ, ഈ ടാസൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേണ്ടാത്തവർക്ക് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അറ്റത്ത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കളയാം വേണ്ടെങ്കിൽ. ഇതാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്, ഇതിലും കൂടെ പോകുന്നുണ്ട്. സോറി. അപ്പോൾ ഇതാണ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്ട്രൈപ്സിൻ്റെ പാറ്റേൺസ്, 2 എണ്ണം. ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ട് വേണം. ഇതൊക്കെ അധികം പീസ് ഇല്ല, കാരണം ഇതൊക്കെ ഈ പ്രീമിയം കാറ്റഗറി വരുന്നത് കൊണ്ട് തന്നെ ഇത് കിട്ടാനും പാടാണ്. ഇത് കുറച്ച് പ്രൈസിലാണ്, ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ ഇത്രയും റേറ്റ് ഇല്ല, ഇത് കുറച്ച് കുറവാണ്. ഇത് അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വന്നതെന്നുള്ളത്. പക്ഷെ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്, കണ്ടോ. ഇത് ഗോൾഡ് എല്ലാം നല്ലതാണ്. ഒരു ഗോൾഡും മഞ്ഞ ഗോൾഡ് അല്ല, ഈ ഒരു ഭംഗിയില്ലാത്തൊരു ടൈപ്പ് മഞ്ഞ അങ്ങനെയല്ല. ഇതെല്ലാം നല്ല ഭംഗിയാണ്. ഇത് ഉടുത്താലും നല്ല രസമാണ്. ഇതിൻ്റെ കസവ് എപ്പോഴും ഇതൊരിക്കലും ഫെയ്ഡായി പോകില്ല. ഇതെപ്പോഴും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും സോഫ്റ്റാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇത് ഒട്ടും സ്റ്റിഫല്ല. അപ്പം അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് 2 സെറ്റ് മുണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇത്രയാണ് സെറ്റ് സാരികൾ. ഇനി അടുത്ത ആഴ്ച കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എന്തായാലും വിഷു ഒക്കെ അടിച്ച് പൊളിക്കണം. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചു വെച്ചോ. തയ്യക്കടയിലൊക്കെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.